ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു ഐഡിയ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തെ കാണുന്ന രീതിയെ തന്നെ മാറ്റിയേക്കാം. ഇത് നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും വിലപിടിപ്പുള്ള ഒന്നിനെക്കുറിച്ചാണ്. അതെ, നിങ്ങളുടെ സമയത്തെക്കുറിച്ച്. അപ്പം നമുക്ക് തുടങ്ങാം. നിങ്ങളുടെ ഓരോ ദിവസത്തെയും നിങ്ങൾ കാണുന്ന രീതി മാറ്റാൻ പോകുന്നൊരു നമ്പറിൽ നിന്നും തന്നെ തുടങ്ങാം. അതെ, 7 ലക്ഷം. ഇതാണ് നമുക്ക് ഒരു ശരാശരി മനുഷ്യന് ജീവിതകാലം മുഴുവൻ കിട്ടുന്ന ഏകദേശം മണിക്കൂറുകൾ. 7 ലക്ഷം കേൾക്കുമ്പോൾ ഒരുപാട് വലിയ സംഖ്യയായി തോന്നാം, അല്ലേ? പക്ഷെ സത്യം പറഞ്ഞാൽ അതങ്ങനെയല്ല. അപ്പോ ഈ 7 ലക്ഷം മണിക്കൂർ എങ്ങോട്ടായി പോകുന്നത്? നമുക്ക് നോക്കാം. ഇതിന്റെ 33% ഉറങ്ങാനാണ് പോകുന്നത്. പിന്നെ ഒരു 25% ജോലിക്കും അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള യാത്രകൾക്കുമായി പോകും. മറ്റ് അത്യാവശ്യ കാര്യങ്ങൾ, അതിനായി ഒരു 14% കൂടി പോയി. അവസാനം എന്തു ബാക്കിയുണ്ട്? വെറും 28%. നിങ്ങൾക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ, നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനങ്ങളെടുക്കാൻ കിട്ടുന്ന സമയം. ശരിക്കും പറഞ്ഞാൽ അതാണ് നിങ്ങളുടെ യഥാർത്ഥ ജീവിതം. അതുകൊണ്ട് എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. പണം പോയാൽ നമുക്ക് തിരികെ നേടാം, അല്ലേ? തെറ്റുകൾ ഒരുപക്ഷെ തിരുത്താം, പക്ഷേ സമയം അതൊരിക്കലും തിരികെ കിട്ടില്ല. ഒരിക്കൽ പോയാൽ പോയി, എന്നേക്കുമായി. ഓക്കെ, അപ്പൊ നമ്മുടെ സമയം ഇത്രയും വിലപ്പെട്ടതാണെങ്കിൽ ആരാണിത് നമ്മളിൽ നിന്ന് മോഷ്ടിക്കുന്നത്? ശരിക്കും പറഞ്ഞാലേ ഇതിന് ചില കള്ളന്മാരുണ്ട്. നമുക്ക് നോക്കാം അവരെ. ആദ്യത്തെ കള്ളൻ, അല്ലെങ്കിൽ ഏറ്റവും വലിയ കള്ളൻ, എപ്പോഴും നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. അതെ, നമ്മുടെ സ്മാർട്ട് ഫോൺ. ഇതൊരു സാധാരണ ഉപകരണമല്ല. നമ്മളെ എങ്ങനെ അടിമയാക്കാമെന്ന് നന്നായി അറിയാവുന്ന ആൾക്കാരാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ നിർത്താതെ സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു പോക്കറ്റ് സ്ലോട്ട് മെഷീൻ പോലെയാണിത്. അതിന്റെ ഫലം എന്താണെന്നോ? ഒരു ശരാശരി മനുഷ്യൻ തന്റെ ജീവിതത്തിലെ 11 വർഷമാണ് സ്ക്രീനിൽ നോക്കി കളയുന്നത്. 11 വർഷം! ഒന്ന് ആലോചിച്ചു നോക്കൂ, ആ സമയം കൊണ്ട് എന്തൊക്കെ ചെയ്യാമായിരുന്നു എന്ന്. ഇനി രണ്ടാമത്തെ കള്ളൻ. അതത്ര പെട്ടെന്നൊന്നും നമുക്ക് പിടികിട്ടില്ല. അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. എപ്പോഴും ബിസി ആയിരിക്കുന്നൊരവസ്ഥ, പക്ഷെ ശരിക്കും പ്രൊഡക്റ്റീവ് അല്ല. ഒരു ചക്രത്തിൽ കിടന്നോടുന്ന എലിയെ പോലെ ഒരുപാട് ഓടുന്നുണ്ട്, വേഗതയുണ്ട്, പക്ഷെ ഒരിടത്തും എത്തുന്നില്ല. ഈ വെറുതെ തിരക്ക് പിടിക്കുന്ന ശീലം നമ്മുടെ സമയം ഒരുപാട് കളയും. ശരി, അപ്പൊ ഈ കള്ളന്മാരെയൊക്കെ നമ്മൾ കണ്ടു. ഇനി എങ്ങനെ നമ്മുടെ സമയം തിരികെ പിടിക്കാം? അതിനൊരു കിടിലൻ വഴിയുണ്ട്, ഒരു വിപ്ലവകരമായ ആശയം. ഇതിനെ 80-20 റൂൾ എന്നൊക്കെ പറയും. സംഗതി സിമ്പിളാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ വെറും 20% പരിശ്രമം കൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടുന്ന 80% റിസൾട്ടും ഉണ്ടാവുന്നത്. അതായത് നമ്മൾ ചെയ്യുന്ന ഭൂരിഭാഗം കാര്യങ്ങൾക്കും വലിയ ഇമ്പാക്റ്റ് ഒന്നുമില്ല. അപ്പോ ഈ 20% എങ്ങനെ കണ്ടുപിടിക്കും? അതിനൊരു എളുപ്പവഴിയുണ്ട്. നിങ്ങളോട് തന്നെ ഈ ചോദ്യമൊന്ന് ചോദിച്ചു നോക്കൂ. ഇന്ന് എനിക്ക് ആകെ 3 കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റൂവെങ്കിൽ അത് എന്തൊക്കെയായിരിക്കും? ആ കിട്ടുന്ന ഉത്തരമാണ് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട 20%. ബാക്കിയുള്ളതൊക്കെ വെറും തിരക്ക് കൂട്ടാനേ ഉപകരിക്കൂ. ഓക്കെ, അപ്പൊ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അത് നമ്മുടെ സന്തോഷത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ശരിക്കും നമുക്ക് സന്തോഷം തരുന്നതെന്താണ്? നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മുടെ തലച്ചോറിന് ഒരു വിചിത്രമായ സ്വഭാവമുണ്ട്. ഇതിനെ ഹെഡോണിക് അഡാപ്റ്റേഷൻ എന്ന് പറയും. അതായത് എന്ത് നല്ല കാര്യം സംഭവിച്ചാലും കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മൾ അതുമായി പൊരുത്തപ്പെടും. പിന്നെ ആ സന്തോഷം ഉണ്ടാവില്ല. ഉദാഹരണത്തിന്, നിങ്ങൾക്കൊരു ലോട്ടറി അടിച്ചു എന്ന് വെക്കുക. ആദ്യത്തെ കുറച്ചുനാൾ ഭയങ്കര സന്തോഷമായിരിക്കും. പക്ഷെ ഒരു 6 മാസം കഴിയുമ്പോഴേക്കും നിങ്ങളുടെ സന്തോഷം പഴയ ലെവലിലേക്ക് തന്നെ തിരിച്ചുവരും. ആ ലോട്ടറി അടിക്കുന്നതിന് മുൻപ് നിങ്ങൾ എത്രത്തോളം ഹാപ്പിയായിരുന്നോ അത്രയേ ഉണ്ടാവൂ. അതുകൊണ്ട് ഇവിടെയാണ് നമ്മൾ ഒരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കേണ്ടത്. ജീവിതത്തിൽ പുതിയ കാർ, പ്രമോഷൻ പോലുള്ള നേട്ടങ്ങൾ ശേഖരിക്കുന്നതിനേക്കാൾ പ്രധാനം അനുഭവങ്ങൾ ശേഖരിക്കുന്നതാണ്. കാരണം ആ യാത്രകളും സുഹൃത്തുക്കളോടൊപ്പമുള്ള നല്ല നിമിഷങ്ങളുമൊക്കെ നിങ്ങളുടെ ഓർമ്മയുടെ, നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമായി മാറും. ഒരു കാർ പഴയതാകും, പക്ഷെ ഒരു നല്ല അനുഭവം എപ്പോഴും കൂടെയുണ്ടാകും. ശരി, അപ്പോ ഇതെല്ലാം എങ്ങനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം? നമുക്ക് പശ്ചാത്താപമില്ലാത്തൊരു ജീവിതം എങ്ങനെ കെട്ടിപ്പടുക്കാം? അതിനുള്ള ചില വഴികൾ ഇതാ. ആദ്യത്തെ സ്റ്റെപ്പ്, തീരുമാനങ്ങളെടുത്ത് ക്ഷീണിക്കുന്നത് ഒഴിവാക്കുക. ഓരോ ദിവസവും നമ്മൾ 100 കണക്കിന് ചെറിയ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. എന്ത് ഡ്രസ് ഇടണം, ബ്രേക്ക്ഫാസ്റ്റിന് എന്ത് കഴിക്കണം, അങ്ങനെ പലതും. ഇതൊക്കെ നമ്മുടെ തലച്ചോറിന്റെ എനർജി കളയും. അപ്പൊ എന്ത് ചെയ്യണം? ഇതിനൊക്കെ ചില നിയമങ്ങളുണ്ടാക്കുക. ചെറിയ കാര്യങ്ങൾ ഓട്ടോമാറ്റിക് ആക്കുക. അപ്പൊ ശരിക്കും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ചിന്തിക്കാൻ നമ്മുടെ ബ്രെയിൻ പവർ ബാക്കിയുണ്ടാകും. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മൾ നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് അങ്ങ് ഉയർന്നു പോവുകയല്ല ചെയ്യുന്നത്,
നമ്മൾ നമ്മുടെ ചുറ്റുപാടുകളുടെ നിലവാരത്തിലേക്ക് താഴുകയാണ് ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ ചുറ്റുപാടുകൾ മാറ്റുക. നിങ്ങൾക്ക് വേണ്ട നല്ല ശീലങ്ങൾ ചെയ്യാൻ എളുപ്പമുള്ളൊരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നിങ്ങളത് താനേ ചെയ്തോളും. ഒരു സിമ്പിൾ മോർണിംഗ് റിച്വൽ ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ നല്ലതാണ്. എങ്ങനെയാണെന്നോ? 1. രാത്രി കിടക്കുന്നതിന് മുൻപ് പിറ്റേന്ന് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ എഴുതി വയ്ക്കുക. 2. രാവിലെ എഴുന്നേറ്റ് ഫോൺ എടുക്കുന്നതിന് മുൻപ് തന്നെ ആ 3 കാര്യങ്ങൾ ചെയ്യുക. 3. നിങ്ങളുടെ ദിവസം ഓരോ അപ്പോയിന്റ്മെന്റുകൾ പോലെ ഷെഡ്യൂൾ ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ ലോകത്തിലെ മറ്റ് ഡിസ്ട്രാക്ഷൻസ് നിങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പേ നിങ്ങളുടെ ആ ദിവസം വിജയകരമായി കഴിഞ്ഞു. ഇനി വലിയ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ ഈ ഒരു ചോദ്യം സ്വയം ചോദിക്കുന്നത് വളരെ ഹെൽപ്ഫുൾ ആകും. എനിക്ക് 80 വയസ്സുള്ളപ്പോൾ ഇന്ന് ഈ കാര്യം ചെയ്യാത്തത് ഞാൻ ഖേദിക്കുമോ? ഈ ഒരു ചോദ്യം മാത്രം മതി നമുക്ക് ഏറ്റവും പ്രാധാന്യമുള്ളതെന്താന്ന് മനസ്സിലാക്കാൻ. പേടികൊണ്ട് ഒരു കാര്യം ചെയ്യാതിരിക്കുന്നതിനു പകരം ശരിയായ തീരുമാനമെടുക്കാൻ ഇത് സഹായിക്കും. നോക്കൂ, സമയം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നിങ്ങളുടെ ഭാവിയിലെ നിങ്ങൾ ഇന്നത്തെ നിങ്ങളെ നോക്കിയിരിക്കുന്നുണ്ട്. പക്ഷെ പേടിക്കേണ്ട, അതിശയകരമായ എന്തെങ്കിലും ചെയ്തു തീർക്കാൻ നിങ്ങൾക്ക് ഇനിയും ധാരാളം സമയമുണ്ട്. അത് തുടങ്ങേണ്ടത് ഇപ്പോഴാണ്. അപ്പൊ ചോദിക്കട്ടെ, നിങ്ങളുടെ അടുത്ത 100 മണിക്കൂർ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാനാണ് പോകുന്നത്?